ഹലോ കുട്ടികളെ, ഒരു ഗണപതി കഥയുമായാണ് ഇന്ന് കഥമുത്തശ്ശി വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഗണപതിയുടെ കഥ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അല്ലേ? നമുക്കുണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുക. അതുകൊണ്ടാണ് വിഘ്നേശ്വരൻ എന്ന് ഗണപതി ഭഗവാനെ പറയുന്നത്. എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയെ പൂജിച്ചു കൊണ്ട് തുടങ്ങിയാൽ അത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുക. ഇങ്ങനെ ദേവന്മാരുടെ ഇടയിലൊക്കെ ഏറ്റവും ആദ്യം പൂജിക്കപ്പെടുന്ന ആളാണ് ഗണപതി. എങ്ങനെയാണ് ആ സ്ഥാനം ഗണപതി ഭഗവാന് കിട്ടിയതെന്നറിയോ? ആ കഥയാണെന്ന് കഥമുത്തശ്ശി പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് ദേവന്മാരുടെ എല്ലാം ഇടയിൽ ഏറ്റവും കഴിവുള്ള ആള് ആരാണെന്ന് ഒരു തർക്കം ഉണ്ടായി. അപ്പം എല്ലാ ദേവന്മാരും തങ്ങളുടെ കഴിവുകളെ പറ്റിയിരുന്ന് ഇങ്ങനെ വിവരിച്ച് പറഞ്ഞ് എനിക്കാണ് കൂടുതൽ ശക്തി, എനിക്കാണ് കൂടുതൽ കഴിവ് എന്നിങ്ങനെ എല്ലാവരും പരസ്പരം പറയാൻ തുടങ്ങി. അങ്ങനെ ദേവന്മാർ തമ്മിൽ ആർക്കാണ് ശ്രേഷ്ഠത എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി. ഇങ്ങനെ അടികൂടിയ അത് നാണക്കേടാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തങ്ങളുടെ പ്രശ്നവുമായി കൈലാസത്തിലെത്തി ശിവഭഗവാനെ കണ്ടു. ശിവഭഗവാൻ അവരുടെ എല്ലാം വർത്തമാനമെല്ലാം കേട്ട് കുറേ നേരം കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ശിവഭഗവാൻ എല്ലാ ദേവന്മാരോടുമായിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മത്സരം നടത്താം. ആ മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് ആ ആൾക്കായിരിക്കും എല്ലാ കാര്യത്തിലും പ്രഥമ സ്ഥാനം എന്ന് പറഞ്ഞു. ഇത് കേട്ട ദേവന്മാർക്കൊക്കെ എന്ത് മത്സരമാണ് നീ ശിവൻ പറയാൻ പോണേന്ന് ആലോചിച്ച് എല്ലാവർക്കും അതറിയാൻ തിരക്കായി കേട്ടോ. അപ്പോൾ ശിവഭഗവാൻ എല്ലാ ദേവന്മാരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാഹനത്തിൽ കയറി ലോകം ചുറ്റി പ്രദക്ഷിണം ചെയ്യണം. ഈ കൈലാസത്തിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് വീണ്ടും കൈലാസത്തിൽ തിരിച്ചു വരണം. ആദ്യം ആരാണോ എത്തുന്നത് ആ ആളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠനായ ദേവൻ എന്ന് പറഞ്ഞു ശിവഭഗവാൻ. അങ്ങനെ ലോകം പ്രദക്ഷിണം വെച്ച് ആദ്യം എത്തുന്ന ആൾക്കായിരിക്കും ദേവപൂജകളിലെല്ലാം ആദ്യ സ്ഥാനം എന്ന് കേട്ടതോടെ എല്ലാ ദേവന്മാരും മത്സരത്തിന് തയ്യാറായി. ശിവഭഗവാൻ നിശ്ചയിച്ച മത്സരം എന്തായാലും വളരെ എളുപ്പമുള്ളതാണ്. ഞാൻ എന്തായാലും ഇതിൽ വിജയിക്കും എന്നിങ്ങനെ ഓരോ ദേവന്മാരും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും അവനവൻ്റെ വാഹനങ്ങളിൽ കയറി ലോകം പ്രദക്ഷിണം ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ ഗണപതി മാത്രം ആ മത്സരത്തിലൊന്നും പങ്കെടുത്തില്ല കേട്ടോ. ഗണപതി വിചാരിച്ചു, ഇങ്ങനെ ഒരു മത്സരമൊന്നും നടത്തി ഒരു അധികാരമൊന്നും പിടിച്ചെടുക്കുന്നത് ഒരു നല്ല കാര്യമൊന്നുമല്ല. അറിവും യോഗ്യതയൊക്കെയുള്ള ആരാണോ അവരെ തേടി ആ സ്ഥാനം തന്നെ വന്നോളും. അപ്പം അതിനു വേണ്ടി ഒരു മത്സരത്തിൻ്റെ പിന്നാലെ ഓടേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്തായാലും മറ്റുള്ളവരുടെ മത്സരമൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ച് ഗണപതി ഭഗവാൻ അങ്ങനെ അവിടെ ഇരുന്ന് ഓരോരുത്തരും പോണതിങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഗണപതി ഭഗവാന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ഈ കൈലാസത്തിൻ്റെ നാഥനാണ് ശ്രീപരമേശ്വരൻ അല്ലേ? അപ്പോൾ ഈ ശ്രീപരമേശ്വരനാണ് എല്ലാ 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്നത്. അപ്പോൾ ശ്രീപരമേശ്വരനിൽ തന്നെയാണ് ഈ ലോകങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീപരമേശ്വരനെ പ്രദക്ഷിണം വെച്ചാൽ പോരെ? അപ്പം ലോകം മുഴുവൻ പ്രദക്ഷിണം വെച്ച ഫലാവില്ലേ എന്ന് വിചാരിച്ചു ഗണപതി. അങ്ങനെ തീരുമാനിച്ച ഗണപതി വേഗം തൻ്റെ വാഹനമായിട്ടുള്ള എലിയുടെ പുറത്ത് കയറി ശിവനെ 3 തവണ പ്രദക്ഷിണം ചെയ്ത് തൊഴുതങ്ങനെ നിൽക്കാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ ലോക പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ദേവന്മാർ ഓരോരുത്തരായിട്ട് മടങ്ങി വരാൻ തുടങ്ങിയിട്ടോ. അപ്പം ഗണപതി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഗണപതി ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ അത്ഭുതമായി. ഇതെന്താ ഗണപതി മാത്രം മത്സരത്തിലൊന്നും പങ്കെടുത്തില്ലേ? അതോ ഇനി ഇത്ര വേഗം തിരിച്ചെത്തിയിട്ടുണ്ടാവോ? തിരിച്ചെത്താൻ എത്തിയതാവാൻ വഴിയില്ല, വഴിയിൽ എവിടെയും ഗണപതിയെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അപ്പം എന്തായാലും ഇതൊന്നും വിവരം അറിയണ്ടേ. അപ്പം എല്ലാവരും കൂടി ഗണപതിയോട് ചോദിച്ചു, അങ്ങ് മാത്രം എന്താ മത്സരത്തിലൊന്നും പങ്കെടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗണപതി ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു, ഞാൻ മത്സരമൊക്കെ പൂർത്തിയാക്കിയിട്ട് എത്ര നേരമായി, ഞാൻ എപ്പോഴേ വന്ന് നിൽക്കുകയാണ് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ ദേവന്മാർ ചോദിച്ചു, അങ്ങ് ഇവിടുന്ന് എവിടെയും പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു എന്ന് പറയണേ? അതെങ്ങനെയാണ് ശരിയാവുക എന്നായി മറ്റ് ദേവന്മാർ.
അപ്പം ഇത് കേട്ട ഗണപതി പറഞ്ഞു, യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ വിജയം എന്തായാലും കിട്ടും. പദവി അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ ഓടാതെ തന്നെ ആ സ്ഥാനം അവരെ തേടി വരുമെന്ന് പറഞ്ഞു ഗണപതി. എന്നിട്ട് ദേവന്മാരോട് ചോദിക്കും, ഈ കൈലാസനാഥനായ ശിവനാണ് ത്രിലോകങ്ങളുടെയും നാഥൻ എന്നുള്ളതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ചോദിക്കും. അപ്പോൾ അവരെല്ലാ ദേവന്മാരും കൂടി പറയും, അത് ശരിയാണ്, ഞങ്ങൾക്ക് ആർക്കും ഒരു വേറെ അഭിപ്രായം ഇല്ല പറയും. അപ്പോൾ ഗണപതി പറയും, അങ്ങനെയാണെങ്കിൽ ശിവനെ പ്രദക്ഷിണം വെച്ച് തൊഴുതാ 3 ലോകങ്ങളെയും പ്രദക്ഷിണം വെച്ച ഫലം കിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ദേവന്മാർക്ക് മനസ്സിലായത്, ശരിയാണല്ലോ. അപ്പോൾ ശ്രീപരമേശ്വരനെ തൊഴുത് പ്രദക്ഷിണം വെച്ചാൽ തന്നെ 3 ലോകങ്ങളെയും പ്രദക്ഷിണം വെച്ച ഫലമായില്ലോ എന്ന് അപ്പോഴാണ് അവരൊക്കെ ആലോചിച്ചത്. അങ്ങനെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ച് ഗണപതി ഭഗവാൻ ആദ്യ പൂജാസ്ഥാനത്തിന് അർഹനായി. അതിൽ പിന്നെയാണ് ഏത് പൂജ തുടങ്ങുന്നതിന് മുമ്പും ഗണപതി ഭഗവാൻ ആദ്യം പൂജ ചെയ്യണത്. വേറെ ആരെ പൂജിക്കുന്നതിന് മുമ്പും ആദ്യം പൂജിക്കുക എപ്പോഴും ഗണപതിയാണ്. ഇങ്ങനെ ഈ കഥയിലൂടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ ഏത് കാര്യത്തിലും വിജയം കൈവരിക്കാമെന്ന് ഗണപതി ഭഗവാൻ നമ്മളെയൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കഥമുത്തശ്ശിയുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇതുപോലെ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.